ഹലോ, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് എവിടെയാണെന്ന് അറിയാമോ? അഭയാരണ്യം കോടനാട്. ഇവിടെ നമുക്ക് ആനകളെ അധിവസിപ്പിച്ചിരിക്കുന്ന സ്ഥലമാണ്. പക്ഷെ അല്ലാതെ വേറെ കാഴ്ചകൾ ഒരുപാടുണ്ട്. നമുക്കിനി ആ കാഴ്ചകളിലേക്ക് പോവാം. എൻ്റെ കൂടെ ഞങ്ങളുടെ കസിൻസ് ഉണ്ട്, ഞങ്ങളുടെ കൂടെ 2-3 കുട്ടീസ് ഉണ്ട്. ഇത് ഞങ്ങളുടെ കസിൻ മോനാണ്, ഇത് എൻ്റെ മോള്, അതെൻ്റെ മോൻ. അങ്ങനെ ഞങ്ങൾ ഒരു 3-4-5 പേരൊക്കെ ആയിട്ട് വന്നിരിക്കുന്നത്. വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഭർത്താവ്. അപ്പൊ നമുക്കിനി കാഴ്ചയിലേക്ക് പോവാം. ഇപ്പൊ പോകാൻ പോകുന്നത് ഡിയർ പാർക്ക്. ഇവിടെ ഒരുപാട് ആനകളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. നമുക്കൊന്ന് പോയി കാണാം. ഇവിടെ വരുന്നതിന് മുന്നേ ഞാൻ നിങ്ങൾക്കൊരു ഇൻഫർമേഷൻ പറയാം. എല്ലാവരും ലിക്വിഡ് മണി ആയിട്ട് വരണം. ഗൂഗിൾ പേ കാർഡ് സംഭവം ഒന്നും ഇവിടെ അക്സെപ്റ്റ് ചെയ്യില്ല എന്നാണ് പറഞ്ഞത്. ഞങ്ങൾ കുറച്ച് കഷ്ടപ്പെട്ടു ലിക്വിഡ് മണി ഒപ്പിക്കാനായിട്ട്. അപ്പോൾ വരുന്നവരെന്തായാലും ലിക്വിഡ് മണി ആയിട്ട് വരണം. അതൊരു ഇൻഫർമേഷനാണ്. ഞാൻ ലിക്വിഡ് മണിയുടെ കാര്യം പറഞ്ഞാൽ ഇപ്പം ദൂരെ നിന്നൊക്കെ ആരെങ്കിലും ഒക്കെ കോടനാട് കാണാനായിട്ട് വരുമ്പോൾ അവരുടെ കയ്യിൽ കാശില്ലെങ്കിൽ അവർ പെട്ടു. അപ്പോൾ കാശ് കരുതണം, കയ്യിൽ ലിക്വിഡ് മണി കരുതണം എന്ന് മാത്രം പറഞ്ഞു എന്നേ ഉള്ളൂ. അല്ലാതെ ഇവിടെ അവർ സമ്മതിക്കില്ല. ഉള്ളിലേക്ക് അങ്ങനെയുള്ളവർ വന്നാൽ മതി എന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞത്. അങ്ങനെയുള്ളവർ കണ്ടിട്ട് പോയാൽ മതി, അങ്ങനെയാണ് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ട്. ഞങ്ങൾ ഇന്നലെ ഇവരുടെ വീട്ടില് താമസിക്കാനായിട്ട് വന്നല്ലായിരുന്നു. അപ്പം ചേച്ചി വീഡിയോയിൽ നിന്ന് ഒഴിഞ്ഞു മാറി കിടക്കാണ്. അതൊക്കെ വരും. അതാണ് ഇവന് ഭയങ്കര ധൈര്യമാണ്. എടാ, നിനക്ക് എന്നാ പറയാനുള്ളേ? ചാമ്പ്യനൊക്കെയാണ് അല്ലേ? നമ്മള് ഇപ്പോ ഒരു സീൻ കണ്ടു. കാട്ടിലാണ്. മേത്തേറോ നിക്ക് നീ പിള്ളേരെ മാറ്റിക്ക് ജോൺ ചേച്ചി. ഈ മരത്തിന്റെ ഇടയ്ക്ക് ഒരു ഉടുമ്പിന്റെ കുഞ്ഞാണത്. നമ്മള് പെട്ടെന്ന് അരണിയാന്നല്ലോ വിചാരിക്കും. ഇതൊക്കെ കണ്ടുപിടിക്കുന്നത് നമ്മുടെ ബേസിൽ കൂട്ടനാട്ടോ. ബേസിലാണ് ഇത് ആദ്യം കണ്ടുപിടിച്ചത്. ഇതിപ്പോ ആ മരത്തിന്റെ ഇടയിലേക്ക് ഇത് ഒളിക്കാൻ നോക്കുന്നുണ്ട്. നിങ്ങൾ അവിടെ അനങ്ങുന്ന കണ്ടോ? ഇത് കണ്ടോ തല കണ്ടോ? പെട്ടെന്ന് നോക്കുക നമ്മൾ അരണിയാന്ന് തോന്നുന്നു. പക്ഷെ ഇത് ഉടുമ്പിന്റെ കുഞ്ഞത് കണ്ടോ? ഓക്കെ, ഇതാണ് ഉടുമ്പ്. ഇത് അതിന്റെ നാക്ക് നീട്ടിക്കൊണ്ടിരിക്കണോ? ഇപ്പൊ നമ്മള് ഒരു ഉടുമ്പിനെ കണ്ടു. പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കാതെ കണ്ടതാ. നമ്മൾ ഇങ്ങനെയുള്ള വനത്തിൽ വരുമ്പോ ഇങ്ങനെ പലതും നമുക്ക് പ്രതീക്ഷിക്കണം. പക്ഷെ നമ്മൾ ഒരിക്കൽ പോലും കരുതിയില്ല ഇത് കിട്ടുമെന്നുള്ളത്. ഉടുമ്പിനൊക്കെ ഇങ്ങനെ കാണാൻ പറ്റും. ഇവിടെ കണ്ടോ? ഇവിടെ വേലിയൊക്കെ തിരിച്ച് മാൻകൂട്ടങ്ങളെ കാണാം. പിള്ളേരെ മാനിനെ കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ഓടി. വേണ്ട, പിള്ളേർക്ക് ഭയങ്കര ആവേശമായിട്ടോ മാനിനെ കണ്ടിനിപ്പോ. പൊന്നൂസേ, മാനിനെ കണ്ട? എത്ര ഉണ്ടെന്ന് എണ്ണി നോക്കി. ഇയാൻകുട്ടാ, നീ എന്താ നോക്കണേ? അങ്ങോട്ട് പോകാൻ പറ്റില്ല കേട്ടോ.
പിള്ളേർക്കൊക്കെ അത്യാവശ്യം കളിക്കാം. നമുക്ക് ഈ ഒരു സ്ഥലത്തിന്റെ പ്രത്യേകത കണ്ടോ, നിങ്ങൾ നോക്കി കാണാൻ പറ്റും. ഇവിടെ ഫുള്ളും ഈ ഇല്ലിത്തൂറാണ്. ഇവിടെ ഫുള്ള് ഇതുണ്ടോ, നല്ല തണലുള്ള സ്ഥലം. നമ്മുടെ യൂട്യൂബർ അവിടെ ഇരുന്ന് റെസ്റ്റ് എടുക്കുകയാണേ, നമുക്ക് അവരോട് ചോദിക്കാം. എഴുന്നേറ്റ് പോണു. സ്പോട്ടഡ് ഡിയർ ഇല്ലേ നമ്മുടെ കുത്തുള്ള പുള്ളിമാനാണ് ഇവിടെ ഉള്ളത്. അപ്പം ഇത് മാൻ മാത്രമാണ് ഇവിടെ ഈ സൂവിനകത്ത് കാണാനുള്ളത്. കേട്ടോ, ഇല്ലിയൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട്, നല്ല തണലുണ്ട്. ഇപ്പൊ സമയം 1 മണി കഴിഞ്ഞു. അപ്പൊ നമ്മള് കഴിഞ്ഞ പ്രാവശ്യം പോയ സ്പോട്ടും ഇതുപോലെ തന്നെ നല്ല ഒരു വനമേഖലയിൽ തന്നെയായിരുന്നു പോയത്. നമ്മള് ലാസ്റ്റ് എപ്പിസോഡ് നിങ്ങളെടുത്ത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മൾ പോയത് അത് ഒരു കാവിലേക്കാണ്, ഇരിങ്ങോൾ കാവിലാണ് നമ്മൾ ലാസ്റ്റ് പോയത്. അവിടെ നമ്മുടെ ഗിനിക്കോഴിയൊക്കെ ഉണ്ട്. അതിന്റെ ഇടയ്ക്കൊക്കെ ഓടി നടക്കണ്ടേ. പിന്നെ ഇഷ്ടംപോലെ മാൻ കുഞ്ഞുങ്ങളൊക്കെ കൂടെ ഉണ്ട്. ഇനി നമുക്ക് അടുത്തത് മാനിനെ ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. മ്ലാവുള്ള സ്ഥലത്തേക്ക്. നോട്ട് ഫീഡ് ആനിമൽസ്, കൊടുക്കാൻ പാടില്ല. സ്പോട്ടഡ് ഡിയർ. ഈ ഫോറസ്റ്റ് മുഴുവൻ കാടാണുള്ളത്. ഇത് മ്ലാവ് ആണ്. മ്ലാവ് താമസിക്കുന്ന സ്ഥലം കേട്ടോ അത്. എനിക്ക് ഇത്തിരി കളിയൊക്കെ കളിക്കാനല്ലോ. പക്ഷെ വെള്ളമൊന്നുമില്ല കേട്ടോ. എവിടെ ഇവിടെണ്ടോ? ആ അവിടെ സാമ്പാർ ഡിയർ. വന്നിട്ടുണ്ട് ഇവിടെ. പക്ഷെ അന്നുള്ളതിനേക്കാൾ എണ്ണം കുറവുള്ള. അത് ഇപ്പൊ ഈ കാലാവസ്ഥ ഇതുകൊണ്ടായിരിക്കോ, ചൂടൊക്കെ ഉള്ളതുകൊണ്ട് എണ്ണം കുറയണല്ല, കുറെയൊക്കെ ചത്തു ഉണ്ടാവുമല്ലോ. ഇതെന്തോന്നറിയാം, നമ്മള് ചളി അടിച്ച് കളിക്കണോ. ഇത് സാമ്പാർ ഡിയറിനോ? ആ സാധനം ഭയങ്കര ഔഷധ ഗുണമുള്ള ഒരു മരം കേട്ടോ, ഈ സെന്ററിലിരിക്കണ. പശയല്ല, വേറെ എന്തോ ഔഷധ ഗുണമുണ്ട്. കാരണം കാടൊക്കെ ആണല്ലോ, ഔഷധ ഗുണമുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ബായ് അങ്ങോട്ടാ. ഇത് ഇവിടെ നല്ല കട്ടയൊക്കെ വിരിച്ച് നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് ഇതൊക്കെ. പോയി ഇതിപ്പോ നമ്മള് എലിഫന്റ് ക്യാമ്പ് നീ അവിടെ ബോർഡ് കണ്ടിട്ടല്ലേ? ആന കിടക്കുന്ന സ്ഥലം. പൊന്നൂസിന് സ്ഥലം ഇഷ്ടായ? ഇഷ്ടായ? ഈ ആൺകുട്ടനോ ബേസിലൊക്കെയാ? വാ. പിന്നെ വേറെ എന്താണ്ടേ? ഓഹോ, ബട്ട് ഇന്റലിജന്റ് പീപ്പിൾസ്. എടി നമ്മളിപ്പം എലിഫന്റ് പാർക്കിലല്ല പോയി, നമ്മൾ മാൻ ഉള്ളടത്ത് പോയി, പിന്നെ പ്ലാവ് ഉള്ളടത്ത് പോയി. നമ്മളടുത്തത് പോകുന്നത് ആന ഉള്ളടത്തേക്കാണ്. അപ്പൊ നമുക്ക് ഇനി ആനയെ കാണാം. ഓക്കെ, നമുക്ക്
ആനക്യാമ്പിലേക്ക് പോയിട്ടില്ല. അഭയാരണ്യം ആനക്യാമ്പിലെ അംഗങ്ങളുടെ പേരും അവരുടെ വയസ്സ്, അവരുടെ അവരെ പറ്റിയുള്ള വിശദാംശങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഉണ്ടായിരുന്ന ആനകളുടെ പേര് സുനിത, ആശ, പാർവതി, അഞ്ജന, ഹരിപ്രസാദ്, ചന്ദ്രു, അഭിമന്യു. ഇതാണ് ഇവിടുത്തെ താരങ്ങൾ. അതെ, സണ്ണി ഇവിടെ വരാറുണ്ട്. സണ്ണി എപ്പോഴും ഇവിടെ തന്നെ പരിപാടി. ഇത് ഈ ഫോട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാട്ടാനകളെ നമ്മുടെ നാട്ടാനകൾ കൂടിയിട്ട് മെരിക്കണ ഒരു സംഭവം ഉണ്ടല്ലോ, പിടിച്ചു കെട്ടണ അതാ സംഭവമാണിത്. അതിന്റെ ഒരു ഫോട്ടോ ആണ്. ഇതാണ് നമ്മുടെ സുനിത. വെറും എത്ര വയസ്സാണ് അവിടെ കാണിച്ചേക്കുന്നത്? 52 വയസ്സ്. 52 വയസ്സ്. ഒരു ആന ഡാൻസ് കളിക്കുന്നു അവിടെ നിന്ന്. താഴെ അത് കൊമ്പനായിരിക്കും. ഇത് നമ്മുടെ പാർവതിയാനയാണ്. പാർവതിയാന ഭയങ്കര ശാന്തമായിട്ടിരിക്കുക. ചെവികളൊക്കെ ഇവിടെ ഉള്ളതിൽ കാണാൻ നല്ല ഡാൻസ് കളിക്കുന്നത് കാണാൻ ഭംഗിയുള്ള ആന ഇതാട്ടോ അഞ്ജന. ഞങ്ങള് വന്നപ്പോ പോലെ ഇത് ഭയങ്കര ആക്റ്റീവ് ആയിരുന്നേ. അതെ, അഞ്ജനയുടെ ഡാൻസ് കണ്ട് ഞാൻ ഒട്ടും വിട്ടുകൊടുക്കൂല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആശാന ഇവിടെ ഇരുന്ന് വേറെ ഡാൻസ് കളിക്കുന്നുണ്ട്. അവിടെ ഒരു കൊമ്പനുണ്ട്. നമുക്ക് കൊമ്പനിലേക്ക് പോണേക്ക് മുന്നേ ഈ ആശാനയുടെ ഡാൻസും കൂടെ നമുക്ക് കാണാം. ആശാനല്ല കേട്ടോ, ആന. ഇവിടെ പേരുണ്ട്, ഞങ്ങൾ ചുമ്മാ പറയുന്നതല്ല. ആശ ആന, 20 വയസ്സ്. ആനാന്നില്ല, ആശാന്നുള്ളൂ. ഇതിപ്പോ ഇവർ രണ്ടുപേരും കോമ്പറ്റീഷനാ. ഇവര് ഭയങ്കര സെറ്റപ്പാ. കാരണം ഇതുണ്ട്, ഒരാള് കളിക്കുന്ന താളത്തിന് തുമ്പിക്കാനൊക്കെ നോക്കി. ഇവർക്കൊരു പാട്ടും കൂടെ ഇട്ട് കൊടുത്താൽ കറക്റ്റ് ആയിരുന്നല്ലേ. ഇതാണ് നമ്മൾ ആദ്യം മുതലുള്ള ആനകളുടേത്. ഇപ്പൊ നാലെണ്ണത്തിന് നമ്മൾ കണ്ടത് പിടിയാനകളാണ്. ഇനി നമ്മള് ഇപ്പൊ കണ്ട 4 ആനകളും പിടിയാനകളാണ്. ഇനി നമ്മളൊരു ഒരു മെയിൻ സാധനത്തിനെ കാണാൻ പോവാം. അവന്റെ കൊമ്പ് തന്നെ കൊമ്പൻ. പേര് അഭിമന്യു എന്നാണ്. പക്ഷെ ഈ ആനയ്ക്ക് ഒരുപാട് പ്രായമുണ്ട് കേട്ടോ. അഭിമന്യു 50 വയസ്സുണ്ട്. അത് അമ്മയായിരിക്കുന്ന. ഇതാണ് അഭിമന്യു. നല്ല ഒത്ത കൊമ്പനാണ്. അതിന്റെ ഈ ഞാൻ സൂം ചെയ്ത് കാണിച്ചത് അതിന്റെ കൊമ്പ് കണ്ടോ, ഭയങ്കര ഷാർപ്പാ. ഇവിടെ ഹരിപ്രസാദ് ഉണ്ടായിരുന്നു, 50 വയസ്സായി മരിച്ചു. ഇല്ലടാ, മരിച്ചിട്ടൊന്നുമില്ല, അത് താഴെയുണ്ട്. നല്ല നല്ല ഭംഗിയുള്ള ഒരു ആനയാട്ടോ അത്. നല്ല പ്രായമായി, 50 വയസ്സായില്ലേ, അതുകൊണ്ട് മേലൊക്കെ ചുളിഞ്ഞു വെക്കണം. പറ്റൂലാണ്ടായി തുടങ്ങി. പിള്ളേര് ആനേനെ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര ആവേശമായി.
ഈ ആൺകുട്ടനെ കണ്ടോ? ഏട്ടൻ ചുമ്മാ ഓടി പാഞ്ഞ ആൾക്കാണ്. ഇവര് ഈ അഭിമന്യുവിനെ കണ്ടോണ്ടാണ് നിൽക്കുന്നത്. കാണാൻ പോകുന്ന ഒരു വെറൈറ്റി പേരുള്ള ആനേനെയാണ്. ആനയുടെ പേരാണ് പീലാണ്ടി ചന്ദ്രു. ഇവരുടെ കൂടെ ഒന്നും അല്ല നിർത്തിയേക്കണേ. അതെ, ആശാൻ എന്തോ കൊമ്പനാണ്, അതുകൊണ്ടാണെന്ന് തോന്നുന്നു. അത് തന്നെ, ഒരു വേറിട്ട എന്തോ ഒരു ആനയാണെന്ന് തോന്നുന്നുണ്ട്. നമുക്കൊന്ന് പോയി കണ്ടു നോക്കാം. ഇതിന് നല്ല ശക്തിയായത് അത് ഡിച്ച് നല്ല സ്മെല്ലുണ്ട്. അപ്പൊ നമ്മള് പീലാണ്ടി ചന്ദ്രനെ കാണാൻ വേണ്ടി അങ്ങോട്ട് പോയതാണ്. പക്ഷെ കാണാൻ പറ്റിയില്ല. എന്താന്ന് വെച്ചാല് ഒത്തിരി ദൂരെയാ, ഒത്തിരി ദൂരമുണ്ട്. ഇപ്പൊ പിള്ളേർക്ക് വിശക്കാൻ. പിള്ളേരൊക്കെ നമ്മുടെ കൂടെ ഉണ്ടല്ലോ, അപ്പൊ അവർക്ക് വിശന്നു തുടങ്ങി. അതുകൊണ്ട് നമ്മള് പതുക്കെ തിരിച്ചു പോകാന്ന് വെച്ചു. ഇത്ര സമയമായില്ലേ? ഇനി ആനയല്ലല്ലോ, ഇനി ആന ഒരു ഹരിനെ കൂടി കാണാനുണ്ട്. ഹരിയല്ല, ഇവിടെ ഹരിപ്രസാദ്. ഇനി ഹരിപ്രസാദിനെ കാണാനുണ്ട്. എനിക്ക് ഇഷ്ടമായിടാ സ്ഥലം. നീ ഇത് ഇവിടെ വന്നിട്ടുണ്ടോ? ആദ്യമായിട്ട് തന്നെയാ. ഇവിടെ കിടന്നിട്ട് നിന്റെ അപ്പ ഇതുവരെ നിന്നെ ഇവിടെ കൊണ്ടുവന്നിട്ടില്ല. പക്ഷേ മോശമായിട്ട് ഞാൻ അപ്പനെ കാണുമ്പോ ചോദിക്കാം. ഇവൻ ഭയങ്കര ആവേശമായിരുന്നു. നമ്മള് വീഡിയോ ഒക്കെ എടുക്കാൻ തുടങ്ങിയപ്പോഴേ ഇവനിങ്ങനെ ഭയങ്കരമായിട്ട് എക്സ്പ്ലനേഷൻ. ഇതിന് ഭയങ്കര ആഗ്രഹമുണ്ട്. നീ ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങാം, ഒരു ഫോണൊക്കെ എടുത്ത് നമുക്ക് തുടങ്ങാം. അപ്പനോട് പറ എന്നാലേ. കണ്ടാ, നമ്മള് തിരിച്ച് ആനക്കുട്ടിലേക്ക് തന്നെ വന്നു. നമ്മളങ്ങോട്ട് നടന്നില്ല കേട്ടോ. അതെ, നമ്മൾ നടക്കാത്തതിന് വേറെ കാരണമുണ്ട്. കാലി അതിനടുത്ത് തുടങ്ങി. അഭിമന്യുവിനെ കണ്ടു. ഇവിടെ ഹരിപ്രസാദിന്റെ ഇതാണ്. ഇവിടെ ഒരുപാട് സന്ദർശകരുണ്ട്. ഹരിപ്രസാദിനെ കാണിച്ചു ഇവിടെ ഒരുപാട് സന്ദർശകർ വന്നു തുടങ്ങിയ. താഴെ കാണാമോ? നമ്മൾ ഇതുവരെ നമ്മുടെ വീഡിയോയിൽ വേറെ ഒരു താഴെ കാണാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. കാണാൻ പറ്റുന്നുണ്ടല്ലോ. കണ്ട, അതാണ് ഹരിപ്രസാദ്. ഇത് ഇപ്പൊ നമ്മള് ഇവിടെ വന്ന് ആനയൊക്കെ കണ്ടിട്ട് നമ്മള് തിരിച്ചു പോവുകയാണല്ലോ. തിരിച്ചു എക്സിറ്റ് കണ്ടാ, നമ്മൾ പുറത്തേക്ക് പോകണ വഴിയാണിത്. ആ കാണിച്ചടാ, നല്ല ഭംഗിയുണ്ടല്ലോ. നമ്മുടെ ജിൻഡു ചേച്ചിക്ക് ഇവിടെ സൈഡിൽ കിടന്ന് ഉറങ്ങിയിട്ട് പോകണമെന്ന് ഒരാഗ്രഹം. ചേച്ചി കിടന്നോ? അതെ, കാലൻ കുടയുമായി പോകുന്നു. ചേച്ചിയുടെ എക്സ്പീരിയൻസ് പറയൂ. ചേച്ചിയുടെ എക്സ്പീരിയൻസ് പറയൂ. ഭയങ്കര നാണക്കാരിയാണ്. ചേച്ചിയുടെ എക്സ്പീരിയൻസ് പറയൂ. അവളോന്നോ? പതുക്കോ? ഇഷ്ടപ്പെടുന്ന സ്ഥലം. ഇനി ആർക്കെങ്കിലും വരാനോ ഇതിലൊക്കെ പറയാം. വരാൻ വേണ്ടി കാണാൻ നല്ല സ്ഥലമാണ്. പുറത്ത് അകലെന്നുള്ള അതും ഒരാനയല്ല, എത്ര ആന ഉണ്ടായിരുന്നു? 5 ആന. ഇപ്പൊ ഞാനിങ്ങനെ പുറകോട്ട് കിടന്ന് എവിടെയും ചെന്ന് ഇടിക്കോ?
ഇവിടെ നമ്മുടെ ബട്ടർഫ്ലൈ ഗാർഡൻ ഉണ്ട്. പക്ഷെ നമ്മൾ തട്ടേക്കാടുള്ള ബട്ടർഫ്ലൈ ഗാർഡനിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ മുന്നേ ഒരു രക്ഷയില്ല. അത് നമ്മൾ കംപ്ലീറ്റ് പൂമ്പാറ്റകളാണ്, നിറയെ പല തരത്തിലുള്ള. പക്ഷെ ഇവിടെ ഇതുവരെ അങ്ങനെയൊന്നും വന്നിട്ടില്ല, ഇതൊന്നും കാണുന്നില്ല. ജസ്റ്റ് കുറേ പൂക്കളും ഉള്ള ചെടികളൊക്കെ നട്ടുവച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാലോ. പക്ഷെ ബട്ടർഫ്ലൈസിനെ നമ്മളിവിടെ കണ്ടിട്ടില്ല ഇതുവരെ. ഒരെണ്ണം കണ്ട ഇനി നമുക്ക് അടുത്ത സ്ഥലം ഏതാണെന്ന് കണ്ടുപിടിക്കണം. ഇനി അടുത്ത വ്ളോഗിൽ കാണുന്നത് വരെ